നല്ലതൊരു ദിവസം ആശംസിക്കുന്നു. തിരുഹൃദയ ഗീതം 8-ാം ഭാഗം. സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പാകെ സ്തുതിയും പുകഴ്ചയും കാഴ്ചവെപ്പിൻ. മാനവംശത്തിൻ രക്ഷ സാധിക്കുവാൻ മന്മീതിൽ സ്ഥാപിച്ച കൂദാശകൾ. ശിഷ്ടരും ദുഷ്ടരും ബലഹീന മനുഷ്യരും പുഷ്ടമോദത്തോടെ കൈക്കൊള്ളുവിൻ. സംപൂജ്യ മഹനീയ ത്രിത്വൈക ദൈവത്തെ സമ്പൂർണ്ണ ശരണത്താൽ ശക്തി നേടി ആരാധിച്ചിടുകയാകാശം ഭൂമിയിൽ അനവദ്യവരമാരി വർഷിക്കുവാൻ. സമ്പൂർണ്ണ രക്ഷയ്ക്ക് ഞാൻ വന്ന് സ്ഥാപിച്ച സത്തൈക സഭയിൽ നിരന്നുകൊണ്ട് നിത്യരക്ഷയ്ക്കുള്ള പ്രാർത്ഥനാ ജീവിതം മർത്യരെ നിങ്ങൾ തുടങ്ങിടുവിൻ. മാനവാത്മാക്കൾക്ക് മാത്രമുള്ള രക്ഷ ദാനത്താൽ പരിതൃപ്തനായിടാതെ അവരുടെ ഗാത്രമുയർപ്പിച്ചു മോക്ഷത്തിൽ അത്യന്തദീപ്തിയിൽ ചേർത്തിടും ഞാൻ. അത്ഭുത സമ്പന്ന മേവരും കിട്ടുവാൻ അത്ഭുത സമ്പന്നമി വരം കിട്ടുവാൻ ആത്മാർത്ഥ വിശ്വാസ സന്തുഷ്ടരായി ശരണം ഗമിക്കുക തീവ്ര സ്നേഹത്തോടെ. കരുണാസമുദ്രമാമെൻ്റെ കൃത്തിൽ ഈ ദിവ്യ സമ്മാന ദാനം നടത്തുവാൻ ഈ അന്ത്യവിധിവേദി വിരചിക്കുവാൻ വർണ്ണനാതീതമാം പ്രഭയോടെ ഞാൻ വരും. നിർണയം ഭൂമിയിൽ അന്ത്യനാളിൽ ദാനങ്ങൾ ധാരാളം നിങ്ങൾക്ക് നൽകിയ ദാതാവു ഞാനെന്ന വലിയ സത്യം വിനയാഭാവത്തോടെ ഏറ്റു ചൊല്ലിക്കൊണ്ട് ദിനമാനു നന്ദി പറഞ്ഞിടുവിൻ. ജീവൻ പകരുന്ന മാമാകമൊഴികളിൽ ആജീവാനന്ദ മൂറച്ചു നിന്നു. ആരോടു തളരാതെ ആരാധനാപൂർവം അടിപതറാതെന്നും മുന്നേറുവിൻ. പാപിനി മറിയത്തിൻ സുഗന്ധ തൈലക്കുപ്പി പാപികളകിലവും പേറിടട്ടെ. പാപം ക്ഷമിക്കുവാൻ അനുതാപ തൈലാമൻ പാദവും ശിരസും കഴുകിടട്ടെ. മാമാക കാരുണ്യവാരീതി വറ്റില്ല. മാനവ പാപ മാലിന്യമൊക്കെ പരിശുദ്ധമാക്കാതെ അനുതാപികൾക്കൊക്കെ പാരത്രികാനന്ദ മേകിടാതെ അഖില രാജ്യങ്ങളും അഖില രാജ്യങ്ങളും ആത്മാർത്ഥതാപൂർവം
അനുരഞ്ജനരൂപിയവാസതിപ്പാൻ. ശാന്തിയും സ്നേഹവും ത്യാഗവും ഭൂമിയിൽ കാന്തി പരത്തി വിരാജിക്കുവാൻ. സ്നേഹത്തിൻ രൂപമായി ത്യാഗത്തിൻ ഭാഷയായി ആഹൂതി ചെയ്തൊരു എൻ്റെ കൃത്തിൽ. ആലംബം തേടുവിൻ, അഭയം കണ്ടെത്തുവിൻ, ആഗോള കൂട്ടായ്മ വിരചിക്കുവിൻ. മുഴുവൻ നരവർഗ ഹൃദയങ്ങൾ സന്തതം മുഴുകട്ടെ മമ ഹൃത്തിൻ മധുരിമയിൽ. തിന്മതിരോഭാവിക്കാൻ എൻ്റെ ഹൃദയത്തിൽ തിങ്ങുന്ന ദാഹം ഗ്രഹിച്ചുകൊണ്ട് നന്മയിൽ നാൾക്കുനാൾ വളരുവിൻ. ഹൃദയത്തെ കന്മഷം തട്ടാതെ നിലനിർത്തുവിൻ. പാരിൻ്റെ പാപത്തിൽ പരിഹാരം ചെയ്യുവാൻ പരലക്ഷം പരിശുദ്ധ കുർബാനയിൽ പ്രതിദിനം ബലിയേകി പരമപിതാവിൻ്റെ പ്രീതി ഞാൻ നിങ്ങൾക്ക് നേരിടുന്നു. നിങ്ങളെ വേർപെട്ടു മരണം വരിച്ചവർ നിത്യ സൗഭാഗ്യത്തിൽ ചെന്നെത്തുവാൻ പരിശുദ്ധ ബലിങ്കൽ പങ്കെടുത്തുകൊണ്ട് പരലോകനാഥനോടർത്ഥിക്കുവിൻ. മാമകഗാത്ര രക്തങ്ങളാകും രഹസ്യങ്ങൾ മാലിന്യമറ്റ കരങ്ങളിലൂടെ. മാമകഗാത്ര രക്തങ്ങളാകും രഹസ്യങ്ങൾ മാലിന്യമറ്റ കരങ്ങളോടെ. പ്രഭാത ചിന്തകൾ. നല്ലൊരു ചിന്ത. ഒരു ഗ്രാമത്തിൽ രാഘവൻ എന്ന കർഷകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് 3 മക്കളുണ്ടായിരുന്നു. സാമ്പത്തികമായി വലിയ സമ്പത്തൊന്നുമില്ലായിരുന്നുവെങ്കിലും കുടുംബത്തിൽ സ്നേഹവും ഐക്യവും നിറഞ്ഞിരുന്നു. ഒരു വർഷം കനത്ത മഴ കാരണം കൃഷി മുഴുവൻ നശിച്ചു. കടങ്ങൾ കൂടി. വീട്ടിൽ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടായി. അപ്പോൾ മൂത്ത മകൻ പഠനം കഴിഞ്ഞ് ചെറിയൊരു ജോലി കണ്ടെത്തി. രണ്ടാമത്തെ മകൻ വൈകുന്നേരങ്ങളിൽ ട്യൂഷൻ എടുത്തു. ഇളയ മകൾ വീട്ടിൽ നിന്ന് ചെറിയ കൈത്തറി ജോലികൾ ചെയ്തു. ഓരോരുത്തരും സമ്പാദിച്ച ചെറിയ തുകകളെല്ലാം ഒരേ പെട്ടിയിൽ വയ്ക്കുമായിരുന്നു. ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ളതാണ് എന്നായിരുന്നു അവരുടെ തീരുമാനം. മാസങ്ങൾ കടന്നുപോയി. പതുക്കെ കടങ്ങൾ തീർന്നു. കൃഷി വീണ്ടും മെച്ചപ്പെട്ടു. ഒരു ദിവസം രാഘവൻ മക്കളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിങ്ങളെക്കൊണ്ട് അഭിമാനമുണ്ട്. നിങ്ങൾ സമ്പാദിച്ച പണം കൊണ്ടല്ല, ബുദ്ധിമുട്ട് വന്നപ്പോൾ ഒരാൾ മറ്റൊരാളെ കൈവിട്ടില്ല എന്നതിനാലാണ്. വർഷങ്ങൾക്ക് ശേഷം ആ കുടുംബം സമ്പന്നരായി. ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം എന്താണ്? രാഘവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ വീട്ടിൽ പണം കുറവായിരുന്ന ദിവസങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ സ്നേഹവും ഐക്യവും ഒരിക്കലും കുറവായിരുന്നില്ല. അതാണ് ഞങ്ങളുടെ യഥാർത്ഥ സമ്പത്ത്. ഗുണപാഠം. ഒരു കുടുംബത്തെ വലിയതാക്കുന്നത് പണമല്ല,
പരസ്പര സ്നേഹവും വിശ്വാസവും ബുദ്ധിമുട്ടുകളിൽ ഒരുമിച്ച് നിൽക്കുന്ന മനസ്സുമാണ്. ഒരു പരൽമീൻ പുഴയിൽ നീന്തി തുടിക്കുന്നതിനിടെ ഒരു നിമിഷം കൊണ്ട് ആ പുഴ അങ്ങ് വറ്റിപ്പോയാൽ എന്താകും അവസ്ഥ? അങ്ങനെ സംഭവിച്ചാൽ ആ മീനിൻ്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ? അത് ശ്വാസം കിട്ടാതെ പിടയും. മനുഷ്യരുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഇന്നലെ വരെ ചേർന്ന് നിന്ന് തണലേകിയ പ്രിയപ്പെട്ടൊരു മനുഷ്യൻ പെട്ടെന്നൊരു നിമിഷം ഇല്ലാതാകുന്ന നേരത്ത് സമനില തെറ്റിയ പോലെ പിടയും മനുഷ്യരൊക്കെയും. അങ്ങനെയൊരു നിമിഷം നമ്മൾ അനുഭവിക്കുന്ന ഇടം വരെ മറ്റൊരാളുടെ ആ അവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാനാവില്ല. ഇരുളടഞ്ഞ ഒരു ഗുഹയിൽ പെട്ടെന്ന് ഒറ്റപ്പെട്ടതുപോലെ അവർ അലറി കരഞ്ഞെന്നു വരാം. ചിലപ്പോൾ ചുറ്റിനുമുള്ള എല്ലാത്തിനോടും ദേഷ്യപ്പെട്ടെന്ന് വരാം. വേറെ ചിലർ ആ ഒരു നിമിഷത്തിൽ കരിങ്കല്ല് പോലെ മരവിച്ചിരിക്കും. പല മനുഷ്യരും ആ അവസ്ഥ കടന്നു പോകുന്നത് പല വിധത്തിലായിരിക്കും. കാഴ്ചക്കാർക്ക് ഒരിക്കലും അവരുടെ അവസ്ഥ മനസ്സിലാവില്ല. കാഴ്ചക്കാർക്ക് ഒരിക്കലും അവരുടെ അവസ്ഥ മനസ്സിലാകില്ല. ആ അവസ്ഥയിൽ ഒരാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് മുൻവിധി എഴുതാനോ എങ്ങനെ പ്രതികരിക്കണമെന്ന് നിശ്ചയിക്കാനോ മറ്റാർക്കും അവകാശമില്ല. ഒരായുസിലേക്ക് സ്നേഹം തന്ന് തണലേകിയ മനുഷ്യരുടെ ഇടം ഇനി മുതൽ ശൂന്യമാണെന്ന തിരിച്ചറിവ് മനുഷ്യനെ ഭ്രാന്തനാക്കും. ചിലപ്പോൾ ചേർത്ത് നിർത്തിയ തണൽ പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ പിന്നെ എവിടെ അവശേഷിക്കുന്നത് പൊള്ളുന്ന വെയിൽ മാത്രമാണ്. ആ വെയിൽ കൊണ്ടവർക്കേ അതിൻ്റെ ചൂടറിയൂ. തണലിൽ നിന്ന് അത് കാണുന്നവർക്ക് എന്തും പറയാമല്ലോ. ഒരു പുഴയുടെ ഒഴുക്ക് പെട്ടെന്ന് തടഞ്ഞാൽ അത് കരകവിഞ്ഞൊഴുകും. സങ്കടത്തിൻ്റെ വേലിയേറ്റം താങ്ങാനാവാതെ വരുമ്പോൾ സ്വബോധത്തിൻ്റെ തീരങ്ങൾ തകർന്നടിഞ്ഞു പോകും. ആ സമയത്ത് ആ മനുഷ്യനിൽ നിന്ന് യുക്തിയുടെയോ ചിന്തയുടെയോ മര്യാദയുടെയോ സ്നേഹത്തിൻ്റെയോ ഒന്നും ഭാഷ പ്രതീക്ഷിക്കരുത്. അവർ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. തണലായിരുന്നൊരു മനുഷ്യൻ പെട്ടെന്നില്ലാതെ വരുമ്പോൾ മനുഷ്യരുടെ കുഞ്ഞു മനസ്സിനത് പെട്ടെന്ന് താങ്ങാനാവില്ല. ദൃഢതയുള്ള കളിമൺ പാത്രം ഒരു കല്ല് വീണാൽ തകർന്നു പോകും. മനസ്സിന് കട്ടിയുള്ള മനുഷ്യർ പോലും പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ അമ്പേ തകർന്നു പോകും. അവരുടെ ബോധത്തിൻ്റെ ഉറച്ച തീരങ്ങൾ തകർന്നു പോകും. ആ അവസ്ഥ അനുഭവിച്ച മനുഷ്യരൊന്നും അവരെ കുറ്റപ്പെടുത്താൻ തുനിയില്ല. അനുഭവിക്കാത്തവർക്ക് കുറ്റം പറയാൻ അവകാശവുമില്ല. അത്തരം അവസ്ഥയിൽ വീണ്ടെടുത്ത മനസ്സുകളോട് കുറ്റപ്പെടുത്താതെ ക്ഷമിച്ചു കൊടുക്കാം. കാരണം അത്തരമൊരു സാഹചര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ വീണുടയാനിരിക്കുന്ന മൺപാത്രങ്ങളാണ് നമ്മളൊക്കെയും. കടപ്പാട്, ജയേഷ് മൈനാഗപ്പള്ളി. ഗുഡ് മെസ്സേജ്. മനുഷ്യർ എല്ലായിടത്തും ജനിക്കുന്നുണ്ട്. പക്ഷെ അവരിൽ എല്ലാവരിലും മനുഷ്യത്വം ജനിക്കുന്നുമില്ല. കാട്ടിനുള്ളിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു മൃഗത്തിൻ്റെ ചോര ഊറ്റിക്കുടിക്കുവാൻ മത്സരിക്കുന്ന ആടുകളെപ്പോലെ കുറേ മനുഷ്യർ ഇവിടെയുണ്ട്. ഇന്നലെ വരെ നമുക്കൊപ്പമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ്റെ വെണ്ണീർ പോലും വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നവർ, മറ്റൊരാളുടെ വീട്ടിലുയരുന്ന കണ്ണുനീരിൻ്റെ ഉപ്പിനെ സ്വന്തം പ്രശസ്തിക്ക് വളമാക്കാൻ ശ്രമിക്കുന്നവർ, ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും നിശബ്ദമായ അന്ത്യയാത്രയെ പോലും ശബ്ദകോലാഹലങ്ങളാൽ ആഘോഷമാക്കുന്നവർ, ഒരു മകൻ്റെയോ ഒരു പങ്കാളിയുടെയോ അവരുടെ പ്രിയപ്പെട്ടവരുടെയോ നിയന്ത്രിക്കാനാവാത്ത വിലാപങ്ങളെ ഒപ്പിയെടുത്ത് കച്ചവടമാക്കുന്ന ക്യാമറ കണ്ണുകൾ ഒരു വശത്ത്,
ആ ക്യാമറ കണ്ണുകളിൽ എങ്ങനെയെങ്കിലും ഒന്ന് പതിഞ്ഞു കിട്ടാൻ തിരക്ക് കൂട്ടുന്ന വേറെ ചില കൂട്ടങ്ങളും. ഒരു ശവദാഹം നടക്കുന്നതിനിടെ ജീവിച്ചിരിക്കുന്ന ശവങ്ങൾ നിറഞ്ഞ് സാംസ്കാരികതയുടെ ശവപ്പറമ്പായി മാറുന്ന കാഴ്ച. വന്യമൃഗങ്ങളെപ്പോലെ ഇര തേടുന്ന ക്യാമറ കണ്ണുകളും ഇരയ്ക്ക് മുന്നിൽ ചാടി വീഴുന്ന വേട്ടമൃഗങ്ങളെപ്പോലെ അതിനു മുന്നിൽ ചാടി വീഴുന്ന സ്ഥലകാല ബോധമില്ലാത്ത കുറേ മനുഷ്യരും. മൺപറഞ്ഞ വ്യക്തിയോടുള്ള ആദരവോ സ്നേഹമോ ബഹുമാനമോ അല്ല, ഞാനും ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ലോ മാലോകരെ അറിയിക്കാനുള്ള വെപ്രാളമാണ് പലർക്കും. തീയണയ്ക്കാനെത്തിയവർ ആ എരിതീയിലേക്ക് എണ്ണയൊഴുക്കുന്ന അവസ്ഥ. ഒരു മനുഷ്യൻ്റെ നഷ്ടത്തിൽ വിലപിച്ചിരിക്കുന്ന മനുഷ്യർക്ക് സ്വാന്തനമേകാനോ ആശ്വസിപ്പിക്കാനോ ആവണം അവിടെ എത്തുന്നത്. അതല്ലെങ്കിൽ അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നവരുടെ ഇനിയൊരിക്കലും കാണില്ലെന്നുറപ്പുള്ള ആ മുഖം അവസാനമായി ഒന്ന് കാണാൻ. ഈ തിക്കും തിരക്കും കൂട്ടുന്നവരിൽ എത്ര പേരാവും അങ്ങനെ ഒരു ചിന്തയുമായി അവിടെ എത്തിയിട്ടുണ്ടാകുക? ശവദാഹം നടക്കുന്നിടത്ത് ശല്യമായി മാറുന്ന ജീവിച്ചിരിക്കുന്ന ശവങ്ങൾ. കടപ്പാട് ജയേഷ് മൈനാഗപ്പള്ളി. ഗുഡ്. നല്ല സന്ദേശം. ഈ ലോകത്ത് ശരീരത്തിന്റെ രൂപം കണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ തന്റെ ജ്ഞാനത്തിന്റെ ശക്തി കൊണ്ട് ഒരു രാജ്യസഭയെ മുഴുവൻ നിഷ്പ്രഭനാക്കിയ ഒരു ബാലന്റെ കഥ കേൾക്കാം. അവന്റെ ശരീരത്തിൽ 8 വളവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ അവന്റെ ബുദ്ധിശക്തിക്ക് മുന്നിൽ രാജാക്കന്മാർ പോലും തലകുനിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേര് അഷ്ടാവക്ര മഹർഷി എന്നായിരുന്നു. ഈ കഥ തുടങ്ങുന്നത് അദ്ദേഹം ജനിക്കുന്നതിനും മുൻപാണ്. അഷ്ടാവക്രന്റെ പിതാവായ കഹോദൻ ഒരിക്കൽ വേദപാരായണം നടത്തുകയായിരുന്നു. ഗർഭത്തിലിരുന്ന കുഞ്ഞ് അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം പിതാവ് തെറ്റായി മന്ത്രമുച്ചരിച്ചപ്പോൾ അവന് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛാ, ആ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്നവൻ 8 പ്രാവശ്യം തിരുത്തി. ശിഷ്യന്മാരുടെ മുന്നിൽ അപമാനിതനായി തോന്നിയ പിതാവ് കോപാകുലനായി. എത്ര പ്രാവശ്യം നീ എന്നെ തിരുത്തിയോ അത്രയും വളവുകളോടെ നീ ജനിക്കട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ശരീരത്തിൽ 8 വളവുകളുമായി അഷ്ടാവക്രൻ ജനിച്ചു. കാലം കടന്നുപോയി. ഒരിക്കൽ കഹോദൻ ജനകരാജാവിന്റെ കൊട്ടാരത്തിൽ ശാസ്ത്രതർക്കത്തിൽ പരാജയപ്പെടുകയും ജലസമാധിക്ക് വിധിക്കപ്പെടുകയും ചെയ്തു. ഈ സത്യമറിഞ്ഞപ്പോൾ 12 വയസ്സ് മാത്രമുള്ള അഷ്ടവക്രൻ ധൈര്യത്തോടെ ജനകരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അവന്റെ വളഞ്ഞ ശരീരവും വിചിത്രമായ നടപ്പും കണ്ട് കൊട്ടാരത്തിലുണ്ടായിരുന്ന പണ്ഡിതന്മാരെല്ലാം കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. അഷ്ടാവക്രൻ ശാന്തനായി കാത്തുനിന്നു. ചിരി അവസാനിച്ചപ്പോൾ അവൻ പറഞ്ഞ കാര്യം ആ രാജ്യസഭയെ ഒന്നടങ്കം നിശബ്ദതയിലായി. ഗംഭീര സ്വരത്തിൽ അവൻ പറഞ്ഞു, ഞാൻ ഈ രാജ്യസഭയിൽ വന്നപ്പോൾ ഇവിടെയുള്ളതെല്ലാം ജ്ഞാനികളാണെന്ന് കരുതി. എന്നാൽ നിങ്ങൾ രൂപം മാത്രം കണ്ട് മനുഷ്യനെ അളക്കുന്ന നിസ്സാരരാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ജനകരാജാവിന് തന്റെ തെറ്റു മനസ്സിലായി. പിന്നീട് നടന്ന മഹത്തായ ജ്ഞാനയുദ്ധത്തിൽ എല്ലാവരെയും പരാജയപ്പെടുത്തിയ അഷ്ടവക്രൻ തന്റെ പിതാവിനെ മോചിപ്പിച്ചു. തന്റെ മകൻ ചെയ്ത കാര്യം കണ്ട പിതാവിന്റെ കണ്ണു നിറഞ്ഞു. അദ്ദേഹം അവനെ പുണ്യനദിയിൽ സ്നാനം ചെയ്യിപ്പിച്ചു. അങ്ങനെ അവന്റെ ശരീരത്തിലെ വളവുകളൊക്കെ മാറി അവൻ തേജസ്സുള്ള ഒരു ബാലനായി തീർന്നു. പിന്നീട് ജനകരാജാവ് തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായി തീർന്നു. അവർ തമ്മിൽ നടന്ന ആത്മീയ സംഭാഷണങ്ങളാണ് ഇന്നും ലോകത്തിലെ ഏറ്റവും മഹത്തായ ആത്മീയ ഗ്രന്ഥങ്ങളിൽ ഒന്നായ അഷ്ടാവക്ര ഗീത. അഷ്ടാവക്രന്റെ ജീവിത സന്ദേശം ഓർത്തുവെക്കാം. നീ കടലിനടിയിലെ ഒരു കഥയാണ്. നീ ശരീരമല്ല, ശുദ്ധ ചൈതന്യമാണ്. ആരെയും അവരുടെ രൂപം കണ്ട് വിലയിരുത്തരുത്. പുറമേയുള്ള വൈകല്യത്തെക്കാൾ ഉള്ളിലെ ജ്ഞാനം മഹത്തരമാണ്. ഈ ലോകത്ത് ശരീരത്തിന്റെ രൂപം കണ്ട് മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ ധാരാളമുണ്ട്. ഈ കഥ വായിച്ചപ്പോൾ ഞാനൊരു കാര്യം വർഷങ്ങൾക്ക് മുൻപ് 10-25 കൊല്ലം മുൻപുണ്ടായ ഒരു സംഭവം ഓർക്കുകയാണ്. ഞാൻ എൻ്റെ പട്ടം കിട്ടുന്നതിനേക്കാളും മുൻപ് ക്ഷയരോഗം വന്ന് മരിച്ചുപോയ എൻ്റെ അമ്മയുടെ ആങ്ങളയുടെ മാണിയച്ഛൻ എൻ്റെ എല്ലാം, ആ അച്ഛൻ്റെ ഒരു ഫോട്ടോ വരപ്പിച്ചു. മോഡൽ ബോയ്സിൻ്റെ അടുത്ത് ഒരു
ഒരു ഡ്രോയിങ് കോളേജുണ്ട്, എന്താ പറയുക, അവിടുത്തെ സാറാണ്. ഈ കേരളവർമ്മ കോളേജിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു നമ്പൂതിരി സാറാണ്. ആ സാറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ ആ വീട്ടിൽ പോയി ഞാൻ കേട്ടറിഞ്ഞ ഈ പടം, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം എൻ്റെ അങ്കിളിൻ്റെ വരപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു. വരച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു ഫോണിൽ. വരച്ച് തീർന്നു, ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ വീടിൻ്റെ മുകളിലാണ് ഈ പടം വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളത്. വീട്ടിലെത്തിയപ്പോൾ ആ സാറ് ഭാര്യയെ കൂടി എൻ്റെ കൂടെ മുകളിലേക്ക് വരുവാൻ ഭാര്യയെ വിളിച്ച് പറഞ്ഞ് ഭാര്യ എന്നെ കൂട്ടിക്കൊണ്ട് മുകളിലേക്ക് പോയി. ബോർഡ് പോലെ തന്നെ എൻ്റെ അങ്കിളിൻ്റെ പടം വരച്ചിരിക്കുന്നു. ഏതാണ്ട് പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പടത്തിൻ്റെ. ജീവനോടെ ഉള്ള ഒരു വ്യക്തിയെ പോലെ എൻ്റെ അങ്കിളിൻ്റെ പടം. അങ്ങനെ ഞാൻ നമ്പൂതിരി സാറ് എന്നോട് ചോദിച്ചു, അന്നാണ് എന്നോട് ചോദിച്ചത് ആരാന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മരിച്ചുപോയ എൻ്റെ അമ്മയുടെ ആങ്ങളെയാണ്. വൈദികനാവുന്നതിന് മുന്നേ ക്ഷയരോഗമായിട്ട് വൈദിക പട്ടം കിട്ടുവാൻ സാധിക്കാതെ മരിച്ചതാണ്. മരിക്കുന്ന അന്ന് എന്നെ 5 വയസ്സുള്ള എന്നെ എൻ്റെ അമ്മ പറഞ്ഞിട്ട് എന്നെ ഉറക്കി കിടത്തിയിട്ടുണ്ട് മരിക്കുന്ന ദിവസം അങ്കിളിൻ്റെ കട്ടിലുമേ. അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ അങ്കിള് കുരിശ് വെച്ച് പ്രാർത്ഥിച്ച് ആ കട്ടിലുമേ എന്നെ ഉറക്കി കിടത്തിയ ആ കട്ടിലിൻ്റെ അവിടെ അങ്കിളും കിടന്നു. കുറച്ച് സമയങ്ങൾക്കുള്ളിൽ അങ്കിള് മരിച്ചു. മരിക്കുന്നതിനേലും മുന്നേ എൻ്റെ അമ്മയും എൻ്റെ ചേച്ചിയും ആ റൂമിലേക്ക് എത്തി. എന്തോ പന്തികേട് തോന്നി ശബ്ദം കേട്ടിട്ട്. അപ്പോൾ അങ്കിള് ശ്വാസം വലിക്കുകയാണ്, മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞു കൊച്ചിനെ ആ റൂമിൽ നിന്ന് മാറ്റി കിടത്താൻ ശ്വാസം മുട്ടി വലിക്കുന്നതിനിടയിൽ ക്ഷയരോഗം പകരണ്ടെന്ന് വെച്ചിട്ട് അങ്കിളിൻ്റെ വെപ്രാളത്തിൽ എന്നെ അവിടെ നിന്ന് മാറ്റി കിടത്താൻ എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ എന്നെ മാറ്റി കിടത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ മരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഥ അഷ്ടവർദ്ധ ഗ്രന്ഥം ഇത് വായിച്ചപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്. അതിൽ എൻ്റെ ഈ ഫോട്ടോ വരച്ചതിൻ്റെ യഥാർത്ഥ പോയിൻ്റ് മറന്നുപോയി പറയാൻ. ഫോട്ടോ കിട്ടി, അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. എൻ്റെ കയ്യുമ്മ കിടക്കുന്ന ഒരു വള പണയം വെച്ചിട്ടാണ് ഞാൻ ആ ഫോട്ടോ നാളെ വരാം മേടിക്കാമെന്ന് പറഞ്ഞ് പോയത്. അപ്പോൾ ആ നമ്പൂതിരി ഒരു കാര്യം കൂടിയും പറഞ്ഞു, ഈ പടം വരച്ചു തുടങ്ങിയപ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ കോരിത്തരിക്കുന്ന, കറണ്ട് പാസ് ചെയ്യുന്ന, കാലുമത്തെ മുടിയെല്ലാം കണ്ടു എഴുന്നേറ്റ് നിൽക്കുന്ന പോലെയുള്ള. ഇപ്പോൾ സഹോദരി ഇവിടെ വന്ന് ഫോട്ടോ കാണാൻ വന്നപ്പോഴും വരച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ആ കോരിത്തരിക്കുന്ന, കറണ്ട് പാസ് ചെയ്യുന്ന ഒരു അനുഭവം ഇപ്പോഴുമുണ്ട്. അപ്പോൾ സാറിൻ്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട് എന്നെ കാണിക്കാനായിട്ട്, എനിക്ക് കൂട്ടിന് വീടിൻ്റെ മുകളിലത്തെ റൂമിലേക്ക് വന്നിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ നാളെ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നമ്പൂതിരി പറഞ്ഞു, വചനമനുസരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ സഹോദരിയുടെ അങ്കിള് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയാണ്, സെമിനാരിയിൽ എല്ലാവർക്കും നല്ലത് പറഞ്ഞു കൊടുക്കാനും ഹിന്ദി ഇംഗ്ലീഷൊക്കെ പഠിപ്പിക്കലും നല്ല കാര്യങ്ങൾ നന്മ പ്രവൃത്തികൾ ചെയ്യാനും എല്ലാം നല്ല അങ്കിളാണ് എന്ന് പറഞ്ഞു. എൻ്റെ അമ്മ പറഞ്ഞിട്ടും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഫോട്ടോ കൊണ്ട് വരും വഴിക്ക് എന്തോ എനിക്ക് ബിഷപ്പ് ഹൗസിൽ എനിക്ക് തൂങ്കുഴി പിതാവിൻ്റെ ആ നിഷ്കളങ്കത നിറഞ്ഞ ഒരു സ്വഭാവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ അങ്കിളിൻ്റെ പടം വരച്ചിട്ട് ആദ്യം തന്നെ എനിക്ക് തൂങ്കുഴി പിതാവിനെ കാണിക്കണമെന്ന് തോന്നി. തൂങ്കുഴി പിതാവിനെ കാണിക്കാൻ ബിഷപ്പ് ഹൗസിൽ ചെന്നപ്പോൾ പിതാവ് കാറിൽ എവിടെയോ പോവാനായിട്ട് കാറ് സ്റ്റാർട്ടായി. പക്ഷേ എനിക്ക് ഈ ഫോട്ടോ കാണിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം ഓർത്ത് ഞാൻ വേഗം തന്നെ കാറിൻ്റെ മുന്നിൽ നിന്ന് കൈ കാണിച്ചു നിർത്താനായിട്ട്. പിതാവ് തന്നെ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഈ ഫോട്ടോ മേടിച്ചിട്ട് പറഞ്ഞു, ഓമനയുടെ അങ്കിള് വചനം തന്നെയാണ്, ഓമനയുടെ അങ്കിള് വചനം തന്നെയാണ്. ആ രീതിയിൽ ഒരു വാചകം സംസാരിച്ചു.
ദൈവത്തിനും പിതാവിലൂടെ ഇത് പറഞ്ഞതിനും പിതാവിനും താങ്ക്സ് പിതാവേ എന്ന് പറഞ്ഞ് ഫോട്ടോ മേടിച്ച് ഞാൻ പോന്നു. ഇപ്പം ഈ അത് എനിക്ക് പറയാപ്പോൾ കിട്ടണില്ലേ, വായിച്ച് കഴിയുകയും ചെയ്തു. അല്ലേട്ടാ വരിക. എന്നാൽ തന്റെ ജ്ഞാനത്തിന്റെ ശക്തി കൊണ്ട് ഒരു രാജ്യസഭയെ ഒരു ദിവസം മുഴുവൻ ആട്ടിടയൻ തന്റെ ആടുകൾ പോയി. രണ്ട് വായനക്കാർ അഷ്ടാന്ത ഗ്രന്ഥം എനിക്ക് പെട്ടെന്ന് അത് കാണാനില്ല, അത് പറയാനായിട്ട്. ഇത് വായിച്ചപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി. എല്ലാതും എനിക്ക് ഓർമ്മയിൽ വന്നു. 30 കൊല്ലം മുന്നേ നടന്ന സംഭവം എല്ലാം എനിക്ക് ഓർമ്മയിൽ വന്നു. എനിക്കിവിടെ പറയണമെന്ന് തോന്നി, പറഞ്ഞു. എല്ലാവർക്കും നന്മ വരട്ടെ. എൻ്റെ അങ്കിളിൻ്റെ പടം വചനം എന്ന് പറഞ്ഞ നമ്പൂതിരി പറഞ്ഞ പടം എൻ്റെ പുസ്തകത്തിൽ, എല്ലാ പുസ്തകത്തിലും ഉണ്ട് എൻ്റെ അങ്കിളിൻ്റെ പടം. ഇതാണ് വചനം തന്നെയാണ് എന്ന്. അയ്യോ, എല്ലാ പുസ്തകത്തിലും സമർപ്പണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായിരിക്കും. അഭിവന്ദ്യനായ ലൈറ്റ് ബ്രദർ ഇ വി മാണിയുടെ മധുരസ്മരണയ്ക്ക് ഈ പുസ്തകം സമർപ്പിക്കുന്നു, മിസ്സിസ് ഓമന വർഗീസ് ഫോർ ചാരിറ്റി എന്ന് പറഞ്ഞ് എല്ലാ പുസ്തകത്തിൻ്റെ അകത്ത് വലിയിടും. കുറച്ച് വലിയാണ് ഇടുന്നത്. ഇതാണ് എൻ്റെ അങ്കിള്. തൂങ്കുഴി പിതാവും ഫോട്ടോ കണ്ടതിന് ശേഷം പിതാവും നമ്പൂതിരിയും. നമ്പൂതിരി പറഞ്ഞത് വചനത്തിന് അധീനനായി ജീവിച്ച വ്യക്തി. ഒരു നമ്പൂതിരിയുടെ സംസാരത്തിൽ നിന്ന് അങ്ങനെ വന്നപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതോടൊപ്പം തൂങ്കുഴി പിതാവ് 10-25 കൊല്ലം മുന്നേ പറഞ്ഞത് മോളുടെ ഓമനയുടെ അങ്കിള് വചനം തന്നെയാണ് ഓമനയുടെ അങ്കിൾ. അതിൽ പരം സന്തോഷം എനിക്ക് എന്താണുള്ളത്. എൻ്റെ 5 വയസ്സിൽ എന്നെ ഉറക്കിക്കിടത്തിപ്പോയി എൻ്റെ അങ്കിള് എല്ലാ ജ്ഞാനവും തക്ക സമയത്ത് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും ദൈവത്തിനും എൻ്റെ അങ്കിളിനും ഒരുപാട് നന്ദി. പക്ഷേ എൻ്റെ അങ്കിളുടെ പടം വരച്ച അങ്കിളിനെ വരച്ച നമ്പൂതിരി വരച്ച പടം ഞാൻ സെമിനാരിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിപ്പോൾ സെമിനാരിയിലാണോ, മുളയം സെമിനാരിയിലാണോ, ബിഷപ്പ് ഹൗസിലാണോ, ഒരു അച്ഛൻ്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. സെമിനാരിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് അച്ഛൻ്റെ കയ്യിലാണോ, സെമിനാരിയിലാണോ, ബിഷപ്പ് ഹൗസിലാണോ ഒന്നും എനിക്കറിയില്ല. ആ ഫോട്ടോയിൽ വേറെ ഒരു ഫോട്ടോന്ന് പിന്നീട് ഇടിപ്പിച്ചതാണ് ഈ ഫോട്ടോ. വരച്ച ഫോട്ടോ ഇവിടെ എവിടെയോ ആണ്. തൂങ്കുഴി പിതാവിൻ്റെ അന്ന് ബിഷപ്പ് ഹൗസിലാണോ, തൂങ്കുഴി പിതാവിൻ്റെ അടുത്താണ്. ബിഷപ്പ് ഹൗസിൽ തൂങ്കുഴി പിതാവ് ഉണ്ടായിരുന്നു. മുളയം സെമിനാരിയിലാണോ, എവിടെ പോയാണെന്ന് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാറില്ല. എവിടെയായിരിക്കണേന്ന് ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ അതിശയം തോന്നും. അത്രയ്ക്കും ഐശ്വര്യം തന്നെയാണ്. നമ്പൂതിരി പറഞ്ഞ പോലെ ജ്ഞാനം തന്നെയാണ് എൻ്റെ അങ്കിള്, ജ്ഞാനം തന്നെയാണ്. ശരി, ഓക്കെ. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.